ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലെത്തി ഏറ്റവും പുതിയ മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ടൊവിനോയെ നായകനാക്കി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത അജയന്റെ രണ്ടാം മോഷണം. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളുടെ കഥ പറഞ്ഞ ARM എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ വന്നിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകളാണ് വന്നിരിക്കുന്നത്. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായതോടെ മികച്ച ബുക്കിംഗ് ആദ്യ ദിവസം കേരളത്തിൽ നേടിയെടുത്ത ARM എന്ന സിനിമ ഇപ്പോഴത്തെ കേരളത്തിൽ മികച്ചൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുക്കും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 1,31,00,000 മുകളിലേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് നിലവിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസം 2 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ ഉറപ്പാക്കിയ ടൊവിനോ സിനിമ ARM എന്ന സിനിമയ്ക്ക് 2,50,00,000 3 കോടി റേഞ്ചിൽ കേരളത്തിൽ മാത്രം ഗ്രോസ് കളക്ഷനാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രത്തോളം മികച്ചൊരു ബുക്കിംഗ് ആണ് നിലവിൽ ബുക്ക് മൈ ഷോയിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റും ജോണർ എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ലിസ്റ്റൺ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് നിർമ്മിച്ച ARM എന്ന സിനിമ റിലീസിന് മുന്നേ വലിയൊരു ഹൈപ്പൊന്നും തന്നെ നേടിയെടുത്തില്ലെങ്കിൽ പോലും പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് വമ്പൻ പ്രൊമോഷനായിരുന്നു ടൊവിനോയും സംഘവും നടത്തിയത്. എന്നാൽ അത് കാര്യക്ഷമമായി കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടോ അന്യനാടുകളിലേക്ക് എത്തപ്പെട്ടോ എന്നത് കളക്ഷൻ വരുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 25 ലക്ഷത്തിന് മുകളിൽ ആദ്യ ദിവസം കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ ആദ്യ ദിവസം നിലവിൽ ഏറ്റവും കുറഞ്ഞത് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ടൊവിനോ നായകനെത്തിയ ARM എന്ന വൻ താരനിര ഭാഗമായ സിനിമയ്ക്ക് ആദ്യ ദിവസം ലോകമെമ്പാട് നിന്നും 4-5 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും പുതിയ 3D സിനിമ മികച്ചൊരു തുടക്കം ആദ്യ ദിവസം തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. ഓണനാളുകളിൽ സിനിമ ബോക്സ് ഓഫീസിൽ ഞെട്ടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ. ARM എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ.